പലപ്പോഴും നമ്മൾ കുഞ്ഞുനാളിലെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്. കൂടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇപ്പത് എത്രമാത്രം ഇവിടെ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പറയേണ്ട ഒരു സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഒരു ലിറ്ററസിയിലേക്ക്, സാക്ഷരതയിലേക്ക് മടങ്ങേണ്ട ഒരു വിഷയമാണ് ഡിവൈസ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. സാക്ഷരത ആവശ്യമാണ്. മതവിദ്യാഭ്യാസത്തിനും ഔദ്യോഗിക അക്കാദമിക വിദ്യാഭ്യാസങ്ങൾക്കും മനുഷ്യരുടെ സർവമാന പുരോഗതികൾക്കെല്ലാം വ്യാപകമായി സാക്ഷരത നേടേണ്ട വിഷയമാണ് ഡിവൈസുകളും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ. അല്ലെങ്കിൽ ഓരോരുത്തൻ കുളിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും പ്രസവിക്കുന്നതും ഡേഷും ഒക്കെ പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട ഇടമായി, പ്ലാറ്റ്ഫോമായി അത് മാറാതിരിക്കണമെങ്കിൽ അതിൽ നമ്മൾ സാക്ഷരരാവുകയും ഉപയോഗപ്പെടുന്നയിടത്ത് ഉപയോഗിക്കുകയും ചെയ്യണം. മസലൻ, ഫോർ എക്സാമ്പിൾ, ഹാപ്പി സോൺ, നമ്മുടെ ടീം അക്കാദമിക് എഡ്യൂക്കേഷനും മോറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ ഗ്ലോബലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ, ഒരു ഇന്റഗ്രേഷന്, സമഗ്രതയ്ക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള കരിക്കുലം അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള കുറെ ചുവടുകൾ, ചില പ്രൊജക്റ്റുകൾ ലീഡ് ചെയ്ത് നമ്മൾ പോകുന്നതിന്റെ കൂട്ടത്തിൽ നാം ഡിസൈൻ ചെയ്ത ഒന്നാമത്തെ കൊച്ചു ചുവടാണ് ഹാപ്പി സോൺ മുന്നോട്ട് വെക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ കാണാം. ഈ യൂട്യൂബ് ചാനലിൽ മതപഠനവും മനഃശാസ്ത്ര പഠനവും സമന്വയിപ്പിച്ച് നേടാൻ പറ്റുന്ന വൈജ്ഞാനികമായ കുറെ ഇടപെടലുകൾ നാം യൂട്യൂബിൽ സംവിധാനിച്ചു. നമ്മുടെ സദസ്സിൽ എത്ര പേരുണ്ട്? 1000 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കാണുമെന്നാണ് എൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള ഒരു തോന്നൽ. ഇത്രയും പേരിരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ ചോദിക്കുന്നു, മതപഠനം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. ഒരു ദിവസം ഒരു 5 മിനിറ്റ്, സമയമുള്ളവർ 10 മിനിറ്റ്, ഇനി കൂടുതൽ സമയമുള്ളവർ അരമണിക്കൂറോ 1 മണിക്കൂറോ, 24 മണിക്കൂറിനിടയിൽ ഒന്നിച്ചോ ഇടവിട്ട സമയങ്ങളായിട്ടോ മതപഠനത്തിനും മനഃശാസ്ത്ര പഠനത്തിനും സമയം ചെലവഴിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തുമാത്രം മാറ്റമുണ്ടാകും, എന്തുമാത്രം പുരോഗതി ഉണ്ടാകും. അത് പക്ഷേ നമ്മുടെ ഇവിടെയുള്ള പള്ളി ദർസിൽ വരണമെന്ന് പറഞ്ഞ പ്രായോഗികമാണോ? ഇല്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ യാത്രയിൽ, ഏത് സമയത്തും നമ്മുടെ കൂടെയുള്ള ഡിവൈസും ഈ ഡിവൈസിലുള്ള ഇന്റർനാഷണൽ നെറ്റ്വർക്കിംഗ് സംവിധാനവും, ഈ 2 സംവിധാനവും സമന്വയിപ്പിച്ച് ഉപയോഗിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പഠനം എന്നത് സാധ്യമാണ്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ നിരവധി കിതാബുകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ പടിയായിട്ട് പഠിക്കാൻ കഴിയും. ആര് മൊബൈൽ തുറന്നു വെച്ചാൽ ആ മൊബൈലിലെ സ്ക്രീനിൽ നോക്കിയാൽ കിതാബ് കാണാം. ആ കിതാബിന്റെ വിവരണം മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ഗസാലി ഇമാമിന്റെ വളരെ സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബിദായത്തുൽ ഹിദായ. വളരെ ചെറു ഗ്രന്ഥമാണെങ്കിലും 3 പാർട്ടുകളായി ആത്മീയതയും കർമ്മമണ്ഡലവും വിശ്വാസവും എല്ലാം സമന്വയിപ്പിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന നല്ലൊരു കൊച്ചു ഗ്രന്ഥമാണത് ബിദായത്തുൽ ഹിദായ. 24 വീഡിയോകളിലായിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയും. അതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഉയർച്ച അതിപ്പോൾ നാം നേടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ബാല്യദശയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇന്നത് ലഭ്യമാണ്. ഗസാലി ഇമാം ഏതൊരാൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ രചിച്ചൊരു കൊച്ചു ഗ്രന്ഥമാണ് അയ്യുഹൽ വലദ്. അത് പൂർണ്ണമായി അതിൽ ലഭ്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളക്കലയിൽ രചിക്കുകയും ലോകത്തോളം അതിൻ്റെ പ്രശസ്തി ഉയരുകയും ചെയ്ത ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം. ബുദ്ധിയുള്ളവർക്കുള്ള സന്മാർഗ വഴി എന്നർത്ഥം വരുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം പൂർണ്ണമായി വീഡിയോകളിലായി ക്രമപ്രകാരം ലഭ്യമാണ്. ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ, ഡിവൈസുകളുടെ ഉപയോഗത്തിലെ സാക്ഷരത, ലിറ്ററേഷൻ, ഇത് നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തുമാത്രം മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും? പകരം നമ്മൾ ഇങ്ങനെ വിമർശിക്കുകയാണ്. അത് കാണുന്നു, ഇത് കാണുന്നു.
കാണാതിരിക്കാൻ പറ്റുമോ? ഇതിലേറ്റവും നല്ല മൊബൈലില്ലാത്ത ആരാ കൂട്ടത്തിലുള്ളത്? എല്ലാവരുടെ കയ്യിലും വളരെ നല്ല സംവിധാനങ്ങളുള്ള ഫോൺസ് ഉണ്ട് കയ്യിൽ. ഫോൺ കയ്യിലുണ്ടായിട്ട് സമയം യഥേഷ്ടമുള്ളവർ ഈ സമയത്തിനിടയിൽ ഏത് പ്രായമുള്ളവരും ഇങ്ങനെ തൊട്ട് പോകുന്നതിനിടയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കൾച്ചർ, അങ്ങനെ ഒരു കൾട്ടിവേഷൻ, നമ്മുടെ സാംസ്കാരികമായ രൂപകൽപ്പന അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എത്ര പുരോഗതി ഉണ്ടാകും, എത്ര ഉഷാറുണ്ടാകും, എന്തൊരു റാഹത്തുണ്ടാകും. കാര്യമുള്ളൊരു വിഷയത്തിൽ ഉപയോഗിച്ച് ശീലിച്ചാൽ ഈ ഡിവൈസിൽ പിന്നെ തോണ്ടൂല. കാര്യമുള്ളത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് കാര്യമില്ലാത്ത അനാശാസ്യവും അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങളും അർത്ഥശൂന്യമായതും കണ്ട് സമയം കളയുന്നത് അപ്പോഴാ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളിൽ കൊണ്ടുവരേണ്ടത് ഡിവൈസിലെ സാക്ഷരതയാണ് എന്ന് തൽക്കാലം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് വിടവാങ്ങി തിരിച്ചു വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മക്കൾക്ക് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഫേംനെസ് വേണം, നിലപാട് വേണം. ശരികളിൽ കൂടെ നിൽക്കണം, തെറ്റുകളിൽ നോ പറയാൻ സന്നദ്ധമാകണം. ചെറുനാളിലെ കുട്ടികളോട് വളരെ മുന്തിയ നിലയിൽ സംസാരിച്ച് ശീലിക്കണം. ചെറിയ മക്കളോട് എടാ പോടാ പോലെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചല്ല ശീലിക്കേണ്ടത്. നിലവാരമുള്ള രീതിയിൽ മക്കളോട് സംസാരിച്ച് ശീലിക്കണം. അക്രിമു ഔലാദക്കും, മക്കളോട് ഡീസൻ്റായിട്ട് പെരുമാറണം. ഇടിപൊട്ടിച്ച് സംസാരിക്കരുത്, ശാന്തമായി സംസാരിക്കണം, മാനമായി സംസാരിക്കണം. അങ്ങനെ ശീലിച്ചാൽ മക്കൾ നല്ല വഴിയിൽ വരും. അപ്പോൾ പിന്നെ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്ത ആളെ നിങ്ങൾ മറന്നോ? 85,000 ഫോണ് വാങ്ങിച്ചു കൊടുത്ത് 6 മാസത്തിന് നാട്ടിലേക്ക് വന്നിട്ട് 3 മാസം തികയുന്നതിന്റെ മുമ്പ് നാട് വിടേണ്ടി വന്ന മനുഷ്യനെ മറന്നോ? ആ മനുഷ്യന്റെ മുമ്പിലുള്ള പരിഹാരം എന്തായിരുന്നു എന്നറിയോ? മകൻ ബുള്ളറ്റ് വേണമെന്ന് പറയുന്ന സമയത്തൊരു പിതാവ് ചെയ്യേണ്ടത്, മോനെ പറയൂ, നിനക്ക് ബുള്ളറ്റാണോ വേണ്ടത്? അതെ. ബുള്ളറ്റ് വാങ്ങാൻ നിനക്ക് പ്രായം എത്രയായി? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ പരിപാടി എന്താ? അപ്പോ മൂപ്പര് പറഞ്ഞു, ഭയങ്കര കടത്തില. അപ്പൊ പിന്നെ മോന് 3 ലക്ഷത്തിന്റെ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തത് എന്തിന്റെ പേരില്ല? അദ്ദേഹം പറഞ്ഞു, അത് ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ എൻ്റെ മോൻ കുറഞ്ഞു പോകരുത്, ഇപ്പോ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എന്തായിരുന്നു പരിഹാരം? മക്കൾ അവരുടെ വൈകാരികമായ ഇമ്പൾസീവായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മക്കളോട് നമ്മൾ എങ്ങനെ നിൽക്കണം? കോഗ്നിറ്റീവായി നിൽക്കണം, വളരെ നിലവാരത്തിൽ നിൽക്കണം. അവിടെ എന്താ ചെയ്യേണ്ടത്? മോനെ, ഇപ്പോൾ ക്യാഷ് ഇല്ലാത്തപ്പോൾ ക്യാഷ് ഇല്ല എന്ന് പറയാം. രണ്ടാമത്തത്, ക്യാഷ് ഉള്ളപ്പോൾ തന്നെ 17 വയസ്സുകാരന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കരുത്, നിയമം ലംഘിച്ച് ജീവിക്കരുത്. ആത്മഹത്യ പോലെ കുറ്റമാണ് വയസ്സ് തികയാത്ത, ലൈസൻസ് എടുക്കാൻ പ്രായം തികയാത്ത മക്കൾക്ക് 2 വീലർ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് തെറ്റാണ് ചെയ്യുന്നത്, ക്രൂരതയാണ് ചെയ്യുന്നത്, മനുഷ്യത്വമില്ലാത്ത തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്യരുത്. മക്കളോട് എന്ത് പറയണം? മോനെ, ഇപ്പോൾ മോന് ഞാനത് വാങ്ങിച്ചു തരില്ല. ക്യാഷ് ഇല്ലാത്തപ്പോൾ ക്യാഷ് ഇല്ലെന്ന് പറയണം. ക്യാഷ് ഉണ്ടെങ്കിലും പ്രായം തികയാത്ത സമയത്ത് മക്കളോട് പറയണം, മോനെ 18 വയസ്സാകാത്ത സമയത്ത് മോനത് ഉപയോഗിക്കരുത്. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ചിലരുടെയൊക്കെ മനസ്സിൽ. ആ ചോദ്യത്തിനും കൂടെ ആൻസർ പറയണം. എന്താ? അത് പറയുമ്പോ മോനാകെ രോഷാകുലനാകുകയാണല്ലോ, മകനാകെ പ്രക്ഷുബ്ധമാകുകയാണല്ലോ. എന്തുകൊണ്ടാണ് പ്രക്ഷുബ്ധമാകുന്നത് എന്നറിയാം? നിങ്ങൾ എങ്ങനെയാ മക്കളോട് പ്രതികരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ പ്രതികരണത്തിൽ മക്കളോട് ഇമോഷണലായി പ്രതികരിക്കുന്നത് കാണാം. ഉദാഹരണത്തിന്, മോൻ പറയാണ്, ഉപ്പാ എനിക്ക് ബുള്ളറ്റ് വേണം. ചിലപ്പോഴൊക്കെ ചില രക്ഷിതാക്കൾ പറയും, എന്നോട് മോൻ പറയൂല, ഭാര്യയോട് പറഞ്ഞിട്ട് ഭാര്യ പറയാ ചെയ്യാൻ. യു ആർ ഫെയിൽ. നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മകൻ നിങ്ങളെ മുഖത്തു നോക്കി മകൻ്റെതായ ആവശ്യങ്ങളും മകൻ്റെതായ മനസ്സിലിരിപ്പുകളും പറയുന്നിടത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ പിതാവെന്ന പൊസിഷനിൽ നിങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനെന്താ വേണ്ടത്?
നിങ്ങൾ വേണ്ടത് മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച സമീപനം വേണം. നിലവാരത്തിൽ സംസാരിക്കണം. അത് മനസ്സിലാകാൻ ഞാൻ ഒറ്റ കാര്യം പറയാം. ഒരിക്കൽ ഒരു +1കാരനായ ഒരു കുട്ടിയെയും കൊണ്ട് രക്ഷിതാവ് വന്നു. നല്ല വിദ്യാഭ്യാസമുള്ള രക്ഷിതാവാണ്, മകനും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുട്ടിയുമാണ്. പക്ഷേ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? സമനില തെറ്റിയിട്ട് സൈക്യാട്രി മെഡിസിൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യപ്പെട്ട പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടി. ഞാൻ ആ കുട്ടിയുടെ കൂടെ ഇരുന്നു, സംസാരിച്ചു. എന്തുപറ്റി? ആ കുട്ടി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നൊരു തല്ല് കേസ്, ആ തല്ല് കേസിൽ നിരപരാധിയായി പിടിക്കപ്പെട്ടു. സാഹചര്യ തെളിവ് കൊണ്ട് പിടിക്കപ്പെടുകയും ജയിലിലാവുകയും മൈനറായതുകൊണ്ട് പ്രായം തികയാത്തത് കൊണ്ട് വിട്ടയക്കപ്പെടുകയും ചെയ്തു. പക്ഷെ രേഖകളിൽ ഇപ്പോഴും കുട്ടി ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കുട്ടി, ആകെ സമനില തെറ്റി നിൽക്കുന്ന കുട്ടിയെ ഏതാനും ദിവസങ്ങളെടുത്തു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ നടന്നപ്പോ, മനഃശാസ്ത്ര ഇടപെടലുകൾ നടന്നപ്പോ കുട്ടി റിക്കവറായി വരുന്ന സമയത്ത് കുട്ടി എന്നോട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? എൻ്റെ ഉപ്പ നല്ലവനാണ്, പക്ഷേ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഉപ്പ എന്നോട് സന്തോഷത്തോടൊരു വാക്ക് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. വിദേശത്ത് നിന്ന് ചിലപ്പോഴൊക്കെ എന്നെ വിളിക്കും, ചിലപ്പോഴൊക്കെ മെസ്സേജ് അയക്കും. ആകെ എൻ്റെ ഉപ്പയുടെ മെസ്സേജിൽ ഉണ്ടാകാറുള്ളത്, നീ പഠിക്കാറുണ്ടോ, നീ കൃത്യമായി ക്ലാസ്സിൽ പോകാറുണ്ടോ, നിന്റെ മാർക്കൊക്കെ ഉഷാറുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കവിഞ്ഞ്, അഥവാ ഒരു കുറ്റാന്വേഷണ മനോഭാവത്തോടെയുള്ള ഏതാനും ചോദ്യങ്ങളല്ലാതെ എപ്പോഴെങ്കിലും ഒരു ചോദ്യം എൻ്റെ പിതാവിനോട്, മോനെ നിനക്ക് സുഖാണോ, നിനക്ക് റാഹത്താണോ, എൻ്റെ മോന് സന്തോഷാണോ എന്നൊരു ചോദ്യം ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ പിതാവിനോട് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനൊരു ചോദിച്ച ഒരു ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് ആ കുട്ടി വന്നപ്പോ ഞാൻ ആ കുട്ടിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പോലും പ്രയാസപ്പെട്ടു പോയി. മെന്റലി ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസികാവസ്ഥയിൽ നിന്ന് കുട്ടി പറഞ്ഞതും ആ നടന്ന ഇൻസിഡന്റും തമ്മിൽ ബന്ധിപ്പിക്കാൻ പോലും ഞാൻ പ്രയാസപ്പെട്ടു പോയി. കേൾക്കുന്ന നിങ്ങളത് പ്രയാസപ്പെടുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതൊരു ശരിയാണ്. അഥവാ നമ്മൾ ശീലിക്കേണ്ടത് മക്കളുടെ കൂടെ ഇരിക്കണം, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. മക്കൾ വന്നാൽ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം നിങ്ങൾ കേൾക്കണം. നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ശൈലി എന്താ? സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മ മോനോട് പറയാ, മോനെ ഡ്രസ് അയച്ചിടണേ. ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന എന്താ? അസംസ്കരിച്ചോളെ. മൂന്നാമത്തെ കൽപ്പന എന്താ? ഭക്ഷണം അടുക്കളയിൽ എടുത്ത് കഴിച്ചോളെ. 3-4 കൽപ്പനകൾ ഈ കുട്ടിക്ക് കിട്ടുന്നതിൽ കവിഞ്ഞ് ഈ കുട്ടി വല്ലതും പറഞ്ഞാൽ ആ പറഞ്ഞതും ഉമ്മ ശ്രദ്ധിക്കുന്നേയില്ല. പകരം എന്ത് ചെയ്യണം? കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഉമ്മ, പിതാവ് വീട്ടിലുണ്ടെങ്കിൽ പിതാവ് മൊബൈൽ മാറ്റിവെച്ചിട്ട് ഈ കുട്ടിയുടെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കണം. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ ഈ കുഞ്ഞിനെ കണ്ട് സ്വീകരിക്കണം. 2 കൈയും കൂടി കൂട്ടിയിട്ട് 2 കൈയും തുറന്ന മനസ്സോടെ ആ കുട്ടിയെ ഈ രക്ഷിതാവ് സ്വീകരിക്കണം. എന്നിട്ട് കുട്ടിയോട് ചോദിക്കണം, എന്തൊക്കെയുണ്ട് മോളെ അല്ലെങ്കിൽ മോനെ വിശേഷം, റാഹത്താണോ? അത് ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റ്യൻ ആകരുത്. അതായത് കൊണ്ടുപോയ പാത്രം, രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പാത്രം കഴുകിയിട്ടുണ്ടോ, സ്കൂളിൽ നിന്ന് എഴുതാൻ തന്നിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അടി കിട്ടിയിട്ടുണ്ടോ? കുറ്റാന്വേഷണ മനോഭാവത്തോടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ആ കുട്ടിയോട് നിറഞ്ഞ മനസ്സോടെ കുട്ടിയുടെ ഒരു ദിവസത്തെ വിശേഷാന്വേഷണം നടത്തുന്ന ഒരു രക്ഷിതാവായിട്ട് ആ രക്ഷിതാവ് മാറണം. എന്നിട്ട് ആ കുട്ടി പറയും, ഉമ്മ ഇന്നെന്റെ പെൻസില് മറ്റേ എന്റെ ഫ്രണ്ട് ഇവളില്ലേ അല്ലെ ഓനില്ലേ, ഓൻ വാങ്ങിച്ചു കളഞ്ഞു. പറയാനുണ്ടാകും. പറയുന്ന സമയത്ത് ഒന്ന് കേട്ടുകൊടുക്കണം. ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, എന്തുമാത്രം മാറ്റം കാണാമെന്നറിയാം. ദയവായിട്ട് അവിടെ സൊല്യൂഷൻ നിർദ്ദേശിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇന്നോട് പറഞ്ഞില്ലേ 2 പെൻസിൽ കൊണ്ടുകൊണ്ടാന്ന്,
കൊണ്ടുപോയതുകൊണ്ടല്ലേ? അത് വേണ്ട. നിങ്ങൾ തൽക്കാലം അവൻ പറയുന്നത് കേൾക്കൂ. അവന്റെ പക്ഷം നിന്നൊന്ന് കേൾക്കാൻ സന്നദ്ധമാകൂ. ഈ കേൾവി ആക്റ്റീവ് ലിസണിംഗ് ആയിരിക്കണം.